ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യം പറഞ്ഞ കുഞ്ഞിലെ അല്ല ഇപ്പഴാ ഞാൻ ശരിക്കും അനാഥയായത്. അമ്മയും സാറും ഒക്കെ ഉണ്ടായിട്ടും ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ഒന്നുമില്ലാത്തവളായി മാറിയില്ലേ? ഒന്നുമില്ലെങ്കിലും പരസ്പരം സ്നേഹിച്ച രണ്ടുപേരല്ലേ? ആ കുട്ടി പറഞ്ഞല്ലോ നിവൃത്തികേട് കൊണ്ട് ചെയ്തതാണെന്ന്. സാർ ഒന്ന് അർജുൻ സാറിന് വേണ്ടി രമാമേടത്തോട് സംസാരിക്കോ? നിനക്കറിയാമല്ലോ അവളുടെ സ്വഭാവം. അവളെ ചതിച്ചത് അവൾക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അർജുന്റെ കാര്യത്തിൽ രമയെന്നും തലയുയർത്തി നിന്നിട്ടേ ഉള്ളൂ. അപ്പോ ഇങ്ങനൊരു സംഭവം അവളെ തകർത്ത് കളയും. ആ തകർച്ച പുറത്തേക്ക് വരുന്നത് ദേഷ്യത്തിന്റെ രൂപത്തിലായിരിക്കും. എങ്കിലും അച്ഛനൊന്ന് സംസാരിച്ചു നോക്ക്. പരസ്പരം സ്നേഹിക്കുന്നവരല്ലേ അച്ഛാ ഒരുമിച്ച് ജീവിക്കേണ്ടത്. അനസൂയായിട്ട് വിവാഹം നടത്തിയാലും ഏട്ടന്റെ മനസ്സിൽ നിന്ന് ഐശ്വര്യ ചേച്ചി പോകുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അനസൂയോടൊപ്പം ഇഷ്ടമില്ലാത്തൊരു ജീവിതം ജീവിച്ചു തീർക്കാൻ ഏട്ടനെ കൊടുക്കണം അച്ഛാ. അച്ഛൻ എന്തായാലും അമ്മയോടൊന്ന് സംസാരിച്ചു നോക്ക്. ഇനി അച്ഛൻ പറയാത്തതുകൊണ്ട് വേണ്ട. ഹലോ ഐശ്വര്യ, ഞാനേ തന്നോട് സോറി പറയാനാ വിളിച്ചേ. ഇവിടെ വെച്ചുണ്ടായ അപമാനത്തിന് തന്നോട് എത്ര സോറി പറഞ്ഞാലും മതിയാവില്ലെന്നറിയാം. എങ്കിലും സോറി. എന്തിന്? ഞാനല്ലേ തെറ്റ് ചെയ്തത്? ഒരനാഥയായി ഞാൻ സാറിനെ പോലെ ഒരാളെ സ്നേഹിച്ചത് എന്റെ ആദ്യത്തെ തെറ്റ്. ഒരിക്കലും സാർ എന്റെ ജീവിതത്തിൽ നിന്നും പോവാതിരിക്കാൻ ഇല്ലാത്ത അച്ഛനും അമ്മയും ഉണ്ടെന്ന് പറഞ്ഞത് എന്റെ രണ്ടാമത്തെ തെറ്റ്. ജീവിതത്തിൽ ഒരമ്മയുടെ സ്നേഹം കിട്ടാത്ത ഞാൻ സാറിന്റെ അമ്മയെ സ്വന്തം അമ്മയായി കണ്ട തെറ്റുൾപ്പെടെ എല്ലാ തെറ്റും എന്റെ ഭാഗത്താ. സത്യം പറഞ്ഞ കുഞ്ഞിലെ അല്ല ഇപ്പഴാ ഞാൻ ശരിക്കും അനാഥയായത്. അമ്മയും സാറും ഒക്കെ ഉണ്ടായിട്ടും ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ ഒന്നുമില്ലാത്തവളായി മാറിയില്ലേ? ഞാൻ സ്നേഹിച്ചതും വിശ്വസിച്ചതും ഒക്കെ ഐശ്വര്യ, കുടുംബത്തെയോ പണത്തിനെയോ ഒന്നുമല്ല. എന്റെ കുടുംബം, സ്റ്റാറ്റസ്, ഇതൊക്കെ വെറുതെ ആലോചിച്ചത് താനല്ലേ. ഇപ്പോഴും മുമ്പുണ്ടായിരുന്ന ഇഷ്ടം ലെവലേശം കുറയാതെ എന്റെ മനസ്സിലുണ്ട്. അതിനി ആര് പറഞ്ഞാലും മാറാനും പോകുന്നില്ല. എനിക്ക് താൻ വേണം. താനില്ലാതെ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് താനേ ഒരു തരത്തിലും വിഷമിക്കണ്ട. ഇപ്പോ അമ്മ നല്ല ദേഷ്യത്തിലാ. ഒന്നും പറയാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല. ദേഷ്യമൊക്കെ തണുക്കുമ്പോ അമ്മയും ഞാനേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. അതുവരെ താനൊന്ന് വെയിറ്റ് ചെയ്യും.
എനിക്ക് നിന്നോടൊരു കാര്യം പറയണമായിരുന്നു. അർജുന്റെയും അനസൂയയുടെയും വിവാഹത്തെക്കുറിച്ചാണെങ്കിൽ മാത്രം ജയേട്ടൻ എന്നോട് സംസാരിച്ചാൽ മതി. അതല്ല, അർജുന്റെ വക്കാലത്തുമായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. നീ കേൾക്കണം, കേട്ടേ പറ്റൂ. ഒരു വാശിയുടെയും ദേഷ്യത്തിന്റെയും പുറത്ത് എടുക്കാൻ പറ്റുന്ന തീരുമാനമാണോ വിവാഹം എന്ന് പറയുന്നത്? അർജുനെ അനസൂയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചെന്ന് കരുതി ഇപ്പൊ ഉണ്ടായ അപമാനം നമ്മളെ വിട്ടു പോവോ? നീ തെറ്റായ ഒരു തീരുമാനം എടുത്തതിന്റെ ഫലമാ ഇപ്പൊ എല്ലാരും അനുഭവിക്കുന്നത്. വാശിയിൽ അതിന്റെ മേൽ മറ്റൊരു തീരുമാനം എടുത്ത് ഇനിയും ഇതുപോലെ ഓരോന്ന് അനുഭവിക്കണോ? അർജുന് എന്തുകൊണ്ടും ചേരുന്ന ബന്ധമാ അനസൂയുമായിട്ടുള്ളത്. അവന് അവളൊരു നല്ല ഭാര്യയായിരിക്കും. ഓ, ഇതൊക്കെ നിന്റെ തോന്നലുകളല്ലേ രമേ? അവന്റെ ഇഷ്ടം നീ ചോദിച്ചോ? അവന്റെ താല്പര്യം അറിഞ്ഞിട്ട് തന്നെയാണോ നീ ഓരോന്ന് തീരുമാനിക്കുന്നത്? അവന്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും വിട്ടുകൊടുത്തതുകൊണ്ടാ കാര്യങ്ങൾ ഇത്രയുമായത്. അവൻ കണ്ടെത്തി സ്നേഹിച്ചവൾ ഒരു ഫ്രോഡാ. കാലിലെ പെരുവിരൽ മുതൽ തലമുടി വരെ കള്ളത്തരവും കൊണ്ട് നടക്കുന്ന ഒരുത്തിയാണോ അവൻ കെട്ടേണ്ടത്? അവനെ ഞാൻ നല്ല പോലെ വളർത്തി നല്ല നിലയിലാക്കി. അത് ഇങ്ങനത്തെ ഒരുത്തിയുടെ പിറകെ നടക്കാനാണോ? അവന്റെ ഭാര്യയെ തിരഞ്ഞെടുക്കാൻ അവനും തന്നെ അവസരം കൊടുത്തപ്പോ അവൻ കണ്ടുപിടിച്ചത് ഒരു ഭൂലോക ഫ്രോഡിനെയാ. അതുകൊണ്ട് ഇനി എന്തു വന്നാലും ശരി, ഞാൻ തീരുമാനിച്ചതേ നടക്കൂ. അത് 3.5 തരം. അതിന് ആരും വക്കാലത്തുമായിട്ട് വരണ്ട. അവൻ അമ്മയുടെ മോനാണെന്നല്ലേ പറയുന്നത്? അപ്പോ അമ്മ പറയുന്നത് അനുസരിക്കുകയും വേണം. ഞാൻ നിന്നോടൊരു കാര്യം പറയാം.